ജപ്പാനിലെ ചിബയിൽ വെച്ച് നടന്ന കരാട്ടെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജപ്പാനിലെത്തിയത്. ചിബയിൽ വെച്ച് നടന്ന കരാട്ടെ ടൂർണമെൻറ്റിൽ പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾ ടോക്കിയോയിലെത്തി. ടോക്കിയോയിൽ നിന്നും ഒസാക്കയിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. വളരെ മനോഹരമായ വൃത്തിയും വെടുപ്പുമുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ടോക്കിയോ റെയിൽവേ സ്റ്റേഷൻ. ജപ്പാനിലെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നതിനുള്ള ധാരാളം ബുള്ളറ്റ് ട്രെയിനുകൾ ഇവിടെ നിന്നും പുറപ്പെടുന്നു. ജപ്പാനിൽ സ്ഥിരസഞ്ചാരിയായ എല്ലാ സ്ഥലവും നല്ല പരിചയമുള്ള മനോഹരൻ സായിക്കൊപ്പമാണ് ഞങ്ങൾ ജപ്പാനിലെത്തിയത്. ഒസാക്കയിലെത്തി അവിടെ നിന്നും ഞങ്ങൾക്ക് ഒക്കിനാവയിലേക്കാണ് പോകേണ്ടത്. കരാത്തയുടെ ജന്മസ്ഥലമാണ് ഒക്കിനാവ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഒക്കിനാവ സന്ദർശിക്കാറുണ്ട്. വളരെ മനോഹരമായ വൃത്തിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഒക്കിനാവ. കരാത്തയുമായി ബന്ധപ്പെട്ട് ധാരാളം സെമിനാറുകൾ അവിടെ നടക്കാറുണ്ട്. ഞങ്ങൾക്ക് ഒസാക്കയിലേക്കാണ് പോകേണ്ടത്. ധാരാളം സഞ്ചാരികളാണ് ടോക്കിയോ റെയിൽവേ സ്റ്റേഷനിൽ എത്താറുള്ളത്. വലിയ വിശാലമായ ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിൽ ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷൻ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമുക്ക് അതിശയമായി തോന്നിയത്. മനോഹരൻ സായി വളരെ സുപരിചിതനായതുകൊണ്ട് ഞങ്ങൾക്ക് യാത്രയിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. വളരെ മനോഹരമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ.